ഹായ് ഹലോ നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ അന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ബെഡ്ഷീറ്റും അതേപോലെ തന്നെ 2-3 മാറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു തറയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അതിന്റെ റിവ്യൂ ആണ് ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം 2 എണ്ണം മീഷോന്നാണ് ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുള്ളത്, പിന്നെ ഫ്ലിപ്പിന്നും വാങ്ങിയിട്ടുണ്ട് കേട്ടോ പ്രോഡക്റ്റ്. അപ്പൊ ആ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ പ്രോഡക്റ്റിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് ആദ്യത്തെ നമ്മുടെ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. മീഷോയിൽ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും, കുറെ പേര് വാങ്ങിച്ചിട്ട് വൈറലാക്കിക്കൊണ്ടിരുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇത് ഇതേപോലത്തെ ഒരു പാക്കേജിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബെഡ്ഷീറ്റ് ആണിത്. ഇതിൽ 2 ചെറിയ സൈസ് കുഷ്യൻ വരുന്നുണ്ട്, പിന്നെ നമുക്കൊരു ബെഡ്ഷീറ്റ് ആണ് വരുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ നോർമൽ സൈസുള്ള 2 പില്ലോ കവേഴ്സും വരുന്നുണ്ടായിരുന്നു. ഈ ഒരു പില്ലോ കവേഴ്സിനൊക്കെ സിബ് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ചെറിയ സൈസ് കുഷ്യൻ വരുന്നത്. അപ്പൊ ഈ ഒരു കുഷ്യൻ ഇതിന്റെ അകത്തുള്ള ഒരു സംഭവം നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് ആ പില്ലോ കവർ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. എന്നിട്ട് വാഷ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ സിബ് ഇട്ടിട്ട് വെച്ചാൽ മതി. അപ്പൊ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ വൈറ്റ് കളേഴ്സ് ആണ് എന്നുള്ളതേ ഉള്ളൂ. നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ, നല്ല വൈറ്റ് അല്ല ഓഫ് വൈറ്റ് കളറാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പില്ലോ കവർ. ഇതിനും ഇതേപോലെ സിബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പില്ലോ കവേഴ്സിന്റെ മുകളിലൊക്കെ ഒരു ത്രെഡ് വർക്ക് പോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ബെഡ്ഷീറ്റ് കോട്ടൺ അല്ല, ഞാൻ പ്രത്യേകം എടുത്ത് പറയാം, ഇത് ഗ്ലേസ് കോട്ടൺ ആണ്. അതായത് പോളിസ്റ്ററിന്റെയും കോട്ടന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് കിങ് സൈസ് ആണ്. അപ്പൊ ഞങ്ങളുടെ ഒരു കട്ടിലിന്റെ സൈസ് എന്ന് പറയുന്നത് 6'4" കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് കട്ട് ചെയ്യേണ്ടി വന്നു അതിന്റെ ലെങ്ത് കാര്യങ്ങളൊക്കെ. എന്നിട്ടാണ് ഞാൻ ബെഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബെഡിൽ ഇട്ടപ്പോൾ മോക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പ്രിന്റ് കാര്യങ്ങളൊക്കെയാണ്. അലക്കിയാൽ കളർ ഇളകുന്നില്ല, അതാണ് മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഇതും സെയിം മീഷോ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതും ഇതേപോലെ തന്നെ സിബൊക്കെ വരുന്ന ഒരു പാക്കിങ്ങിലാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇതിന്റെ ഒരു കളറും പ്രിന്റും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇതേപോലെ തന്നെ 2 ചെറിയ സൈസ് കുഷ്യൻ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിലൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്, മീഷോയിൽ അത് പാക്ക് കൊണ്ടുവന്ന പാടെ തന്നെ ഞാനിത് പൊട്ടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇതിൽ ഭയങ്കരമായിട്ട് പൊടി പിടിച്ച് കിടക്കുന്നത് പോലെ, ആരോ യൂസ് ചെയ്തിട്ടിട്ടതാണോ ഇനി അതോ നമുക്ക് റിട്ടേൺ ഒക്കെ വരില്ല അങ്ങനത്തെ സാധനം കിട്ടിയതാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഭയങ്കരമായിട്ട് ഡസ്റ്റ് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് റിട്ടേൺ കൊടുത്തു കേട്ടോ. ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പക്കയാണ്. പിന്നെ ഇതാണ് ബെഡ്ഷീറ്റ് വരുന്നത്. ഇതിലും സെയിം 5 പീസായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബെഡ്ഷീറ്റ്, 2 പില്ലോ കവർ, പിന്നെ 2 കുഷ്യൻ, അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം 2 എണ്ണം എന്താ പറയുക ഗ്ലേസ് കോട്ടൺ ആയിപ്പോയി. അത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ എടുത്തതാണ്. അപ്പം ഇത് അടുത്തത് നമ്മളൊരു പ്യുവർ കോട്ടണിലുള്ള ഒരു ബെഡ്ഷീറ്റ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് സിബ് കാര്യങ്ങളൊന്നുമില്ല. 2 പില്ലോ കവറും അതേപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റ്, നോർമൽ ബെഡ്ഷീറ്റാണ് വാങ്ങിയിട്ടുള്ളത്. ഇതും ഇതേപോലെ തന്നെ സൈസ് കുറച്ച് വലുതായിപ്പോയി. എന്നിട്ട് ഞാൻ സൈഡ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ബെഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഇതിൻ്റെ ഒരു പ്രിന്റ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിന് 300 സംതിങ് ആണ് റേറ്റ്. നല്ല അടിപൊളി കോട്ടൺ, പ്യുവർ കോട്ടൺ ആണ്. പിന്നെ അത് കളർ ഇളകുന്നില്ല, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ബെഡിൽ ഇട്ടിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ കൂടെ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് 3 മാറ്റ്. ഇത് കോംബോ ആയിട്ട് വരുന്നതാണ്. ഫസ്റ്റത്തത് ഈ ഒരു ഡിസൈനാണ്. 3 ഡിസൈനിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാനിത് കുറേ മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴാണ് വീഡിയോയിൽ റിവ്യൂ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പം സമയത്തുള്ള റേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഓഫറുള്ള സമയത്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് മുമ്പേ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പോഴാണ് അതിന്റെ റിവ്യൂ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുവരെ യൂസ് ചെയ്തിട്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യുക, കൂടാതെ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി എന്റെ ചാനലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണം കേട്ടോ, ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ.